അമ്മ എന്നാ കറി വെക്കണ്ടമ്മേ നാരാട്ടിന്റെ താഴേക്ക് പോയിട്ട് മീനാട്ട കൊണ്ടുവരുമോ? എപ്പോ മീനല്ലേ വീട്ടിലേത് പച്ചക്കറി എന്തെങ്കിലും ആക്കിക്കൂടെ? അതിനിടെ എന്നാമേ പച്ചക്കറി ഇല്ലേ? പച്ചക്കറി കൊണ്ടുവരായിരിക്കും മീൻ കിട്ടിയിട്ടെങ്കിൽ. ഇന്നും മഴക്കാരനവസ്ഥ. ഇന്ന് മഴക്കാരനെ നീ അതിലെ കൂടെ വരുമ്പോ ഒരു കൊല്ലം കായ് അവിടെ കുഴിച്ചിട്ട് കണ്ടിട്ടില്ലേ? അത് കൊത്തിയിട്ട് ഇങ്ങോട്ടൂടെ ഞാൻ കണ്ടു. ഞാൻ കൊത്തിട്ട് വരച്ച മൂത്തിട്ടുണ്ടാവൂലേ? മൂത്തിട്ടുണ്ടാവും. കരിവക്ക കത്തിയെടുക്കട്ടെ. ഇന്നോ മഴ പയ്യാ. മഴ പയ്യൊന്നാ പറയുന്നേ. ഇതന്നെയാ അച്ഛാ, ഇതന്നെയാ, ഇതല്ലേ ഇതല്ലേ? നല്ല കാമ്പുണ്ടാവും. കാമ്പ് പിന്നെ കൊത്താലേ? ഇത് കേൾക്കുന്നുണ്ടാവില്ല. നല്ല കൊലയാ. മൂത്തിട്ടൊന്നുമില്ല, ചള്ളാണ്. അമ്മേ നല്ല കൊലയായിരുന്നു. മൂക്കാത്ത കൊല. എന്നാ ഇത് കറിയിലാറ്റം വറക്കാറ്റം ചെയ്തോ. കറിയിലാറ്റം ഇടാൻ പറ്റുമോ? കൂമ്പും ഉണ്ട്. മൂത്തിട്ട കറിവക്ക. നല്ല കാമ്പുണ്ടാവും അതിന്. നല്ല കാമ്പുണ്ടാവും. അപ്പൊ ഇന്നേറ്റം കൊത്താതെ. നല്ല കൊലയാണ്. നല്ല കൊലയാണ്. എനിക്ക് അറവോട്ട് കൂമ്പ് പോണെങ്കിൽ വറക്കാറ്റം ചെയ്യാം. നമ്മ കൈപ്പൊക്കെ വറവാക്കല്ലേ? സാമ്പാർ ഇട്ടേ കഷ്ണമില്ല. കഷ്ണം മീൻ കിട്ടാതെ കണ്ണോട്ട് കിട്ടാതെ സാമ്പാറാക്കട്ടാ. സാമ്പാറാക്ക കഷ്ണം ഇട്ടേ നല്ല മതിരായില്ലേ? ഞാൻ നല്ലോണം ഇട്ടത്. ചത്തിന് വേണ്ടി മതിരാ. നമുക്ക് അത്രയേ ഉള്ളൂ. ഓ ചോന്നവരിപ്പാന്നല്ലേ അമ്മേ? വേമ്പവും ചോന്നവരിപ്പാന്ന്. ഈ നാരാട്ടിന്റെ പൊടിന്ന് വെച്ചാണ്. അമ്മ മതിയില്ലേ? മതി. അത് ഇത്ര ഒന്ന് കഴുകിട്ടെ. അപ്പൊ നമ്മള് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ടു. എനിക്ക് കഞ്ഞിയിൽ വെള്ളമാണെങ്കിൽ കുടിക്കാം. പക്ഷേ അമ്മ തേങ്ങ മതിയാ? അമ്മ തേങ്ങ എത്ര പേർ മതിയാവുക? എത്ര പേർ മതിയാവുക? വറുത്തരക്കണ്ടല്ലേ? കുറച്ചുകൂടെ വേണ്ടി വരും അല്ലേ? ഈ മുറി കൊണ്ട് കിടക്കാം അല്ലേ? അതായി തേങ്ങ മതിയില്ലേ? തേങ്ങ മതി. ഇതിന്റെ മറ്റേ മുറി കൊടുത്തു. അത് നിങ്ങൾ തിന്നിട്ടുണ്ടോ വേണമെങ്കിൽ? മറ്റേ മുറിയാ ഇത്? 2 മുറി കൊണ്ട് തന്നെ. അത്രയില്ലൂ. നല്ല വലിയ തേങ്ങയല്ലോ രുചിച്ചത്. ഒരു മുറി ഫുള്ളായിട്ട് ചെറിയ എന്റെ കുറച്ചും. അമ്മയോട് ചോദിച്ചിട്ടില്ലേ ചെറിയ കൊടുത്ത കുറ്റുപോയാ? നല്ല പകുതി തേങ്ങ തിന്നു. തേങ്ങ പിന്നെ തിന്നാണ്ടല്ലോ ചെരുമ്പോ. പരിപ്പ് എന്തുവാ? പരിപ്പ് നല്ലോണം വന്നതല്ല. കഷ്ണം ഇടാനായിട്ടേ. എവിടെ കഷ്ണങ്ങൾ ഇടേ? വെണ്ടക്ക, മുരിങ്ങക്കായ്, തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്നിച്ച് കാട്ടിനി.
കുറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ്, പാകത്തിന് ഉപ്പ്. കുക്കർ രണ്ടാമത് ആദ്യം അടച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം വേവിട്ടെ, അല്ല കഷ്ണമല്ല, നമ്മുടെ കയ്പൊക്കെ ഒന്ന് വേവുന്നുണ്ട്. അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട്. തേങ്ങ വറക്കാനുണ്ട്. അപ്പൊ നമ്മുടെ തേങ്ങ വറക്കാൻ വേണ്ടിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, അതന്നെ ചുവന്നുള്ളി. അപ്പൊ നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളി, നമ്മുടെ വെളുത്തുള്ളി വറുത്തെടുക്കട്ടെ. ഇളക്കാത്തെല്ലാം പണിയുണ്ട. അപ്പൊ നമ്മൾ തേങ്ങ ചോന്നിട്ടുണ്ടേ. ഇതിലേക്ക് നന്നാ ജീരകം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മണം, തേങ്ങയുടെ വറുത്ത തേങ്ങയുടെ മണം. സാമ്പാറിന് രുചി കൂട്ടുന്ന ഇതല്ല അല്ലേ. ഇപ്പൊ നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, തീ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമണം മറന്നു വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് നല്ല വൃത്തി ഒന്ന് അരച്ചെടുക്കട്ടെ, തണിഞ്ഞെത്തി. അപ്പൊ നമ്മുടെ സാമ്പാറിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വറുത്തരച്ചത് ഓക്കെ. ഇതൊന്ന് തിളക്കണം അല്ലേ, വറുത്തടണ്ടേ. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. സാമ്പാറിന്റെ കളറിന് മൊത്തം മാറിക്കേ. അപ്പൊ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പൊ ഇതിലേക്ക് വറുത്തടാണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. കടുക്, കറിവേപ്പില, സാമ്പാർ പൊടി ഇട്ടുമ്പോൾ അതിൻ്റെ സാമ്പാറിൻ്റെ ടേസ്റ്റ് വരും. ഇനി നമ്മുടെ കറിയിലേക്ക് ഇതും കൂടെ ഇടാം. അങ്ങനെ നമ്മുടെ സാമ്പാർ, വറുത്തരച്ച നല്ല നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ വറുത്തരച്ച സാമ്പാറാണ്. കുറച്ച് അതിലാക്കി കൊടുത്തേ. ചാറ് വെച്ച് സൈഡ് വെച്ചാൽ മതി. പച്ചടി ഉണ്ട്, പെരക്കെന്ന് പറയാം, പച്ചടി വരാം. നമ്മുടെ കൈപ്പക്ക വറവ്. സാമ്പാർ രസമുണ്ടാ? അല്ലെന്നാ അല്ലെന്നെ സാമ്പാർ അല്ലെന്നെ. വേറെ കറിയൊന്നുമില്ല, ഇന്ന് വെജിറ്റബിളാണ്, പച്ചക്കറി മാത്രം. നമ്മൾ സാമ്പാർ ചോറ് പെരക്കി കഴിച്ചു നോക്കട്ടെ. കറിയാൻ്റെ തന്നെയാണ്. ഒരു പപ്പടത്തിൻ്റെ കുറവുണ്ട്. സാമ്പാറും കക്കിരിക്ക പച്ചടിയും